നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 1. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവർ നടത്തേണ്ടതായ ആ പ്രധാനപ്പെട്ട വഴിപാടുകളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇഷ്ടദേവതയെ ഏവരും ഒരു നിമിഷം വന്ദിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പ്രധാനമായും പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിൽ അകലുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരങ്ങൾ തേടിയെത്താം. ഈ സമയം ധനപരമായ ഒരു ഉയർച്ച വന്ന് ചേരാവുന്നതായ സമയമാണ്. സാമ്പത്തിക പരാധീനതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്ന പലവിധ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ജോലി ഭാഗ്യം ലഭിക്കാം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങളും പ്രതിസന്ധികൾ വിട്ടൊഴിയുന്നതിനാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വീട്ടിലേക്ക് അഥവാ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഐക്യം വർദ്ധിക്കാം. ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്ന പല നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഈ സമയം നിങ്ങൾ സാക്ഷാൽ മഹാദേവനെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ഈ സമയം മഹാദേവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. സാധിക്കുമെങ്കിൽ ഭഗവാന് കൂവളമാല ചാർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരു എന്ന് പറയുന്നതായ അവസ്ഥയാണ് ഉള്ളത്. ഒന്ന് തീരുമ്പോൾ അടുത്തത്. അത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. സാമ്പത്തിക പരാധീനതകളും ജീവിതത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതായ മാസമായി തന്നെ ഈ മാസം അഥവാ ഏപ്രിൽ മാസം മാറുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില യാത്രകൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച, തൊഴിൽ ഭാഗ്യം അഥവാ തൊഴിലിൽ കഴിവുകൾ തെളിയിക്കുക, വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സന്തോഷകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തിക സഹായങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. പല പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അതിൽ പലതും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുശല്യം ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് കാര്യവിജയങ്ങളും ധനപരമായ അനുകൂലമായ നേട്ടങ്ങൾ, അത് ബിസിനസ് പരമാണ് എങ്കിലും വന്ന് ചേരാവുന്ന സമയമാണ്. ഈ സമയം പ്രധാനമായും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുക. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ആ കാര്യം മുടക്കം കൂടാതെ ചെയ്യുക. ആയില്യം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാണ്. എന്നാൽ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ ഉണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. പല വ്യക്തികളിൽ നിന്നും തിരിച്ചടി ലഭിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാൽ വിഷമങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.
ഈ സമയം പ്രധാനമായും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന് പരാമർശിക്കാം. തടസ്സങ്ങൾ ഒഴിയുകയും ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ബിസിനസ് പരമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. യാത്രകൾ നടത്തുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്ന ചില നിമിഷങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാനും കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാണ്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്നതായ പല കാര്യങ്ങളിലും പരാജയങ്ങൾ നേരിടുകയോ തിരിച്ചടികൾ സംഭവിക്കുകയോ പ്രതീക്ഷിക്കാത്തതായ ലാഭമോ മറ്റ് കാര്യങ്ങളോ നേടുവാൻ സാധിക്കാതെ ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. പലവിധ ദുഃഖങ്ങളും മനസ്സിൽ അലട്ടുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അതിനെല്ലാം പരിഹാരം അല്ലെങ്കിൽ അതിനെയെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ ഏപ്രിൽ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സമയം മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. തലവര തെളിഞ്ഞിരിക്കുന്ന സമയം എന്ന് തന്നെ പരാമർശിക്കാം. പലവിധ ദുഃഖ ദുരിതങ്ങളും ഒരു പരിധിവരെ നിങ്ങളിൽ അവസാനിക്കും. സൗഭാഗ്യങ്ങൾ തേടിയെത്താം. സന്തോഷം, സമൃദ്ധി ഈ നാളുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ പരിശ്രമിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരും. വരുമാന വർധനവ് വന്നു ചേരുന്ന സമയമാണ്. കർമ്മരംഗത്ത് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്തുക, ശുഭവാർത്തകൾ, യാത്രകൾ നടത്തുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ, കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരിക, അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി എന്ന് വരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാക്കുന്നു. ഈ സമയം പ്രധാനമായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പാൽപായസ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ പലതും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവർ കൂടിയാണ് നിങ്ങൾ. പലപ്പോഴും പല രീതിയിലും പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പ്രശ്നവശാൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അനുഗ്രഹത്താൽ അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ സമയം പരിശ്രമങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കാം. ഉയർച്ച, അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കും. പ്രധാനപ്പെട്ടതായ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശത്രുശല്യം ഒരു പരിധിവരെ ഒഴിയും. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പലവിധ ദുരിതങ്ങൾക്കും അവസാനം വന്നെത്തുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തിക പരാധീനതകൾ, കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കുക, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുക, വാഹനഭാഗ്യം പോലും ഈ മാസം നിങ്ങൾക്ക് പ്രധാനമായും വന്നു ചേരാം. പൊതുവിൽ ഈ സമയം അനുകൂലമാണ്. ഭഗവാന് തുളസിമാലയും പാൽപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ്. നിരവധിയാർന്ന പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസമായി തന്നെ ഏപ്രിൽ മാസം മാറും. ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം.
ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായ വിഷമതകൾ, പ്രയാസങ്ങൾ, അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. അത്തരം ഓർമ്മകൾ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. മനസ്സിൽ അലോസരപ്പെടുന്നതായ പല വിഷമങ്ങളുമുണ്ട്. അതിൽ പലതിലും ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ആവശ്യമുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. വാഹന ലാഭം, വാഹനഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ധനപരമായ പ്രയാസങ്ങൾ ഒഴിയുന്നതോടൊപ്പം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ, വാങ്ങുവാൻ സാധിക്കും. കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾ അഥവാ തൊഴിൽപരമായ നേട്ടങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങളിലേക്ക് വഴിമാറും. കൂടാതെ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരും. പല ടെൻഷനുകളും ഒഴിഞ്ഞു പോകുന്നതായ മാസമായി തന്നെ മാറും. കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ തന്നെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിരവധിയാർന്ന മാറ്റങ്ങൾ വന്നു ചേരാം. താൽക്കാലിക ജോലി ലഭിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളുടെ സമയം തന്നെയാക്കുന്നു. ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും കൂടി ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. ഗണപതി ഹോമം നടത്തുന്നതും ഈ മാസം നാളികേരം ഉടയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം കറുകാമാല കൂടി ചേർത്തുക. ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായി ഭവിക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അഥവാ ചില വിഷമതകൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. പല ആവശ്യങ്ങളുണ്ട്, എന്നാൽ ധനം വരാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകാത്തതായ സാഹചര്യം, കയ്യിൽ പണം നിൽക്കാത്തതായ സാഹചര്യം, മനസ്സിന് വളരെയധികം വിഷമങ്ങൾ തോന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. വേണ്ടപ്പെട്ടവരിൽ നിന്നും അവഗണന നേരിടേണ്ടതായ സാഹചര്യം, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പ്രകാരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പ്രശ്നവശാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും ഉയർച്ച വന്ന് ചേരാവുന്ന സമയമാണ്. നിരവധിയാർന്ന മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. കാര്യ തടസ്സങ്ങൾ അകന്ന് കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ബിസിനസ് പരമായി ലാഭം വർദ്ധിക്കുക, തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, താൽക്കാലികമായി ജോലി ലഭിക്കുക, വാഹനഭാഗ്യം വന്നു ചേരുക. കൂടാതെ ഈ സമയം പ്രാർത്ഥിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കൂടാതെ കാര്യ തടസ്സങ്ങളെ ഒഴിവാക്കുകയും വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനാൽ നിങ്ങൾക്ക് അംഗീകാരങ്ങളും പ്രശസ്തി പോലും വന്നു ചേരാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം. ഈ സമയം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും ഭഗവാന് കൂവളമാലയും പിൻവിളക്കും ധാരയും നടത്തി പ്രാർത്ഥിക്കുക. പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്ന് ഭവിക്കും. മകീരം നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും പല വിധത്തിലും നിരാശകൾ തോന്നുന്ന വ്യക്തികളാണ് ഇവർ. അത് ധനപരമായ കാര്യങ്ങളിലൂടെ മനസമാധാനം ലഭിക്കാതിരിക്കുക, അവഗണനകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നവരാണ്. പലപ്പോഴും മടുത്തു പോകുന്നതായ സാഹചര്യം. എന്നാൽ നിങ്ങളുടെ സമയം അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന മാസമാണ് പ്രശ്നവശാൽ ഏപ്രിൽ മാസം. ഈ മാസം വിജയ സാധ്യത വർദ്ധിക്കും. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. മനസ്സിലെ ദുഃഖങ്ങൾ അകറ്റുവാൻ സാധിക്കും വിധം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വാഹനഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ പരിശ്രമങ്ങൾ, കഠിനാധ്വാനങ്ങൾ
വിജയത്തിൽ എത്തുവാൻ സഹായകരമായി തീരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച വന്നു ചേരാം. കൂടാതെ ഈ സമയം ശുഭയോഗങ്ങൾ പ്രധാനമായും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അത് ബിസിനസ് പരമായ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ സംബന്ധമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുടെ സഹായം മൂലം ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് പാൽപായസവും കൂടാതെ ഭാഗ്യസൂക്തവും നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില വിഷമതകൾ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും മടുപ്പ് തോന്നുന്നതായ സാഹചര്യം, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്തകൾ പോലും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ സാഹചര്യം, കഴിവുള്ള നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യം, ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഒരു പരിധിവരെയെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരാം. എന്നാൽ അതിനെ തരണം ചെയ്യും വിധം പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. പുതിയ ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പ്രശ്നങ്ങളെ വളരെ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. ഈ സമയം സ്വാധീനം വർദ്ധിപ്പിക്കുക, കലാമേഖലകളിൽ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ സംബന്ധമായും ബിസിനസ് സംബന്ധമായും വന്നു ചേരുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, വാഹനഭാഗ്യം, തൊഴിൽ ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക, പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുക, യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിൽ നിന്നും വന്ന് ചേരാവുന്നതുമാണ്. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഈ മാസം നിങ്ങൾ പ്രധാനമായും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കണം. ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് പാൽപായസം സമർപ്പിക്കുക. അതോടൊപ്പം തുളസിമാലയും കൂടാതെ ഒരു മാമ്പഴം ഭഗവാന്റെ നടയിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ വെല്ലുവിളികൾ നേരിടുന്നതായ സമയം, സാഹചര്യങ്ങൾ പലപ്പോഴും പ്രതികൂലമായി ഭവിക്കുന്ന സാഹചര്യം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലവിധ തകർച്ചകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പലവിധ തകർച്ചകൾ, വിഷമങ്ങൾ, തിരിച്ചടികൾ സംഭവിച്ചിരിക്കുന്നതായ സമയം, ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം, ഇതിൽ അല്പം മാറ്റങ്ങൾ ഏപ്രിൽ മാസം വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് വീട്ടുവാനുള്ള അവസരം കുറച്ചു കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വെല്ലുവിളികളെ തരണം ചെയ്ത് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. വാഹന ലാഭം, തൊഴിൽ ലാഭം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. എന്നാൽ ചിലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പലവിധ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞു പോവുകയും പണം കയ്യിൽ വരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുശല്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതുമാണ്. ഈ സമയം പൊതുവിൽ ധനപരമായും കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ഈ സമയം നിങ്ങൾ സാക്ഷാൽ പരമശിവനെ ആരാധിക്കേണ്ടതായ സമയമാണ്. ഭഗവാനിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഭഗവാന് ധാര നടത്തേണ്ടത് അനിവാര്യമാണ്.
അതോടൊപ്പം കൂവളമാല കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ശിവമന്ത്രങ്ങൾ ജപിക്കുവാൻ മറക്കാതിരിക്കുക. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ ഏപ്രിൽ മാസം മറക്കുവാൻ സാധിക്കാത്തതായ ഒരു മാസമായി തന്നെ മാറാം. അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാണ്. അഭീഷ്ടസിദ്ധി വന്നു ചേരാം. ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രതിസന്ധികൾ പലതും ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം, ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ചയും വന്നു ചേരാം. അത് തൊഴിൽപരമായോ ബിസിനസ് പരമായോ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാകാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ ഉയർച്ച വന്നു ചേരും. കാര്യ തടസ്സങ്ങൾ അകലുകയും കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷ നിമിഷങ്ങൾ വർദ്ധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഈ സമയം പ്രധാനമായും ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേർന്നിരിക്കുന്ന സമയമാണ്. അതിനാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ഭഗവാന് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ ഏപ്രിൽ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട പുരോഗതി, സന്തോഷകരമായ കുടുംബജീവിതം, തൊഴിൽ ലാഭം, കൂടാതെ ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ വന്നു ചേരുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ശുഭ വാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അത്തരം അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ആഗ്രഹിച്ചതായ വ്യക്തിയെ കണ്ടുമുട്ടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കാര്യമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ശക്തിയും സമൃദ്ധിയും വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വഴിത്തിരിവാകാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക, കടബാധ്യതകൾ കുറച്ചുകൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ശക്തമായ രീതിയിൽ തന്നെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുരോഗതി, സന്തോഷ നിമിഷങ്ങൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, ആഗ്രഹ സാഫല്യം തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം നിങ്ങൾ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതും ഭദ്രകാളി ദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അത് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ദർശനം നടത്തുകയും ദേവിക്ക് കടുംപായസം നടത്തി പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. തീർച്ചയായും ഈ ഒരു വഴിപാട് കൂടി നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക.